ലുലു ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. മാണിക്യമലരായ പൂവിൽ തുടങ്ങുന്ന മാപ്പിളപ്പാട്ട് ഇന്ന് ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ യൂട്യൂബിൽ കണ്ടുകഴിഞ്ഞു. ഭാഷ, രാജ്യ, സംസ്കാരങ്ങൾക്കപ്പുറത്തേക്ക് എത്തിയ ഈ ഗാനം ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ ഹരമായി മാറിയിട്ടുണ്ട്. അഡാർ ലവ് എന്ന ഒമർ ലുലു സംവിധാനം ചെയ്ത സിനിമ പൂർത്തിയായില്ലെങ്കിലും ആ സിനിമയിലെ നായികയും സിനിമയിലെ മറ്റു രംഗങ്ങളൊക്കെ തന്നെ ഇന്ന് ഏറെ പ്രചാരത്തിലായി കഴിഞ്ഞു. അഡാർ ലവിലെ ഈ ഗാനവും രംഗവും പ്രശസ്തമാണ്. ഇതൊരു അത്ഭുത സംഭവം തന്നെയാണ്. ഭാഷയും രാജ്യവും കഴിഞ്ഞ് ഹൃദയത്തിലേക്ക് എത്തിയ ദൃശ്യവും ഗാനവും. വിനീത് ശ്രീനിവാസൻ സിനിമയ്ക്ക് വേണ്ടി ആലപിച്ച ഈ ഗാനത്തിന്റെ രചയിതാവായ PMA ജബ്ബാർ ഗൾഫ് ഫോക്കസിലെ മുഖ്യാതിഥി. ഒരു ഗാനം അത്ഭുതകരമായ നിലയിൽ ഹിറ്റായി മാറിയാൽ ആ ഗാനത്തിന് പിറകിലുള്ളവർ ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട്. മലയാള സിനിമാ മേഖലയിൽ P. ഭാസ്കരൻ മാഷവും വയലാറും ശ്രീകുമാരൻ തമ്പി, യൂസഫ് കേച്ചേരിയും അനിൽ പച്ചുരാനും റഫീഖ് അഹമ്മദും ഒക്കെ പ്രശസ്തരാണ് അവരെഴുതിയ ഗാനങ്ങളിലൂടെ. അങ്ങനെ പ്രശസ്തരാകാൻ കഴിയില്ലെങ്കിലും ഒരു ഗാനം കൊണ്ട് ഏറെ പ്രശസ്തനായി മാറിയ അബ്ദുൾ ജബ്ബാറിനെ കുറിച്ചാണ് ഈ ആഴ്ചയിലെ ഗൾഫ് ഫോക്കസ്. ആദ്യം റിയാദിൽ ഒരു ചെറിയ ഗ്രോസറിയിൽ ജോലി ചെയ്യുന്നു. കഴിയും പ്രായമേറിയെങ്കിലും ഇപ്പോഴും ആ ജോലി തുടരുന്നു. PMA ജബ്ബാറിനെ ഇന്ന് പറഞ്ഞാൽ എല്ലാവരും തിരിച്ചറിയും. ഒരു സാധാരണ മനുഷ്യൻ. സൗദിയിൽ 15 വർഷമായി. അതിനു മുമ്പ് ഖത്തറിലായിരുന്നു. ഖത്തറിലും 15 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. സൗദിയിൽ ഗ്രോസറിൽ ജീവനക്കാരനാണ്. ഏകദേശം ഒരു 3-4 മാസം മുമ്പ് പിന്നെ റിയാദിലേക്ക് റഫീഖിനെ വിളിച്ചു. ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ചിലർ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാണിക്യമലരായ പൂവ് എന്ന ഗാന സിനിമയിൽ എടുത്തോട്ടെന്ന് ചോദിച്ചു അനുവാദം ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിരോധമില്ല എന്ന് പറയുകയും പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സിനിമയിലേക്ക് എടുത്തത്. പാട്ട് 500-ലധികം എഴുതിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ മദ്രസയിലെ അധ്യാപകനായിരുന്നു പറഞ്ഞല്ലോ. ഒരു 12 വർഷത്തോളം അധ്യാപകനായിരുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾക്ക് വേണ്ടി ഒരുപാട് ഗാനങ്ങൾ എഴുതി. പിന്നെ പരിസരത്തുള്ള മദ്രസകളിൽ നിന്നൊക്കെ ഇതുപോലെ തന്നെ ആവശ്യക്കാർ വരികയും അവർക്കൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എണ്ണം കണക്കാക്കുകയാണെങ്കിൽ 500-ലധികം ഒക്കെ എഴുതിയിട്ടുണ്ട്. ഈ പാട്ട് ഏകദേശം 1978, അതായത് ഒരു 40 വർഷം മുമ്പ് എഴുതിയത്. 63 വയസ്സുകാരനാണ് അബ്ദുൾ ജബ്ബാർ. എങ്കിലും റിയാദിലെ ഒരു ഗ്രോസറിയിൽ തൊഴിലാളിയായി തുടരുകയാണ്. ചെറിയ വീട്, നാട്ടിൽ 2 മക്കൾ. നാട്ടിലേക്ക് തിരികെ പോയി ജീവിക്കണമെന്നുണ്ട്. പക്ഷേ സാമ്പത്തികാവസ്ഥ അനുവദിക്കുന്നില്ല. 500-ലധികം മാപ്പിളപ്പാട്ടുകൾ എഴുതിയ ജബ്ബാറിന് ഇതേവരെ ഒരു ഗാനരചനക്കും ചില്ലിക്കാശ് ലഭിച്ചിട്ടില്ല. 1 കോടിയിലധികം ആളുകൾ യൂട്യൂബിലൂടെ കണ്ട മാണിക്യമലർ എഴുതിയ ജബ്ബാറിന് ഒരു പൈസ പോലും ആ സിനിമയിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടുമില്ല. മാണിക്യമലർ ഇന്ന് കോടിയിലധികം ആളുകൾ കണ്ടുകഴിഞ്ഞു യൂട്യൂബിൽ. പക്ഷേ രചയിതാവായ ജബ്ബാറിന് ഒരു പൈസ പോലും ലഭിച്ചിട്ടില്ല ഇതുവരെ. നിർമ്മാതാവോ സംവിധായകൻ ഒമർ ലുലുവോ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചിട്ടുമില്ല. പിന്നെ ഉമർ ലുലു വിളിച്ചെന്ന് പറയുന്നു. പക്ഷേ ഞാൻ മറ്റും സംസാരിച്ചിട്ടില്ല. പിന്നെ ഉമർ ലുലു സംസാരിച്ചത് ഇപ്പോൾ ഇവിടെ ദുബായിൽ വന്നതിന് ശേഷമാണ്. ഇവിടെ ഒരു റേഡിയോ ചാനലിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ കണക്ട് ചെയ്തെന്നു ഞങ്ങൾ സംസാരിച്ചു. അതല്ലാതെ മറ്റൊരും ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്തിട്ടില്ല. ഞാൻ സാമ്പത്തികമായിട്ട് ആവശ്യപ്പെടുകയില്ല. പിന്നെ അവർ തരുന്നുണ്ടെങ്കിൽ സസന്തോഷം സ്വീകരിക്കും. എൻ്റെ സാമ്പത്തിക അവസ്ഥ പിന്നെ എൻ്റെയും പിന്നെ മകൻ്റെയും ജോലി കൊണ്ട് അങ്ങനെ കുടുംബം പുലർന്നു പോകുന്നു, അത്രേ ഉള്ളൂ. 40 വർഷം മുമ്പ്, അതായത് 1978 ജബ്ബാർ എഴുതിയ മാപ്പിളപ്പാട്ടാണ് മാണിക്യമലർ. കവിയല്ല, ഗാനരചയിതാവുമല്ല, ഗായകനുമല്ല, വെറുമൊരു സാധാരണക്കാരൻ. വലിയ വിദ്യാഭ്യാസമില്ല, സാഹിത്യരചനയിൽ അങ്ങനെ പരിജ്ഞാനമില്ല, വെറും ഒരു തൊഴിലാളി. എന്നാൽ മനസ്സിൽ തോന്നുന്നത് എഴുതുന്നു. അത് പ്രശസ്തി നേടുമോ എന്ന് അറിയില്ല. പക്ഷേ 40 വർഷത്തിന് ശേഷം ജബ്ബാർ എഴുതിയ ഗാനം ഇപ്പോൾ യൂട്യൂബിലൂടെയും മറ്റും അതിഗംഭീരമായി മുന്നേറുമ്പോൾ ഈ സാധാരണക്കാരൻ വിസ്മയത്തോടെ ചോദിക്കുകയാണ്, അതെങ്ങനെ സംഭവിച്ചു എന്ന്. മാണിക്യമലർ എന്ന ഗാന ചിത്രീകരണത്തെക്കുറിച്ചുള്ള വിവാദം അനാവശ്യമാണെന്ന് ജബ്ബാർ പറയുന്നു. ആ ഗാന ചിത്രരംഗം സെക്സിയായി കാണാനാവില്ല. പാട്ടും സന്ദർഭവും ഒന്നായി തീരണമെന്നില്ല. ജബ്ബാറിന്റെ അഭിപ്രായം ഇങ്ങനെയാണ്. സിനിമ സംവിധായകരും സിനിമയുമായി ബന്ധപ്പെട്ടവരൊക്കെ സിനിമ വിജയിക്കുന്നതിന് വേണ്ടി അവർ പിന്നെ അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് പലതും ഷൂട്ട് ചെയ്യും. പക്ഷെ നമ്മൾക്ക് നോക്കേണ്ടത്
അത് ഈ ഗാനത്തിനെ അല്ലെങ്കിൽ ഗാനത്തിൽ പ്രതിപാദിക്കുന്ന വിഷയത്തെ ബാധിക്കുന്നുണ്ടോ, അതിനെന്തെങ്കിലും ഒരു അവഹേളനപരമായിട്ട് വല്ലതും ഉണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ നോക്കുമ്പോൾ ക്യാമ്പസിൽ നടക്കുന്ന ആ സംഭവം അതെന്നല്ല, എല്ലാ ക്യാമ്പസുകളിലും നടക്കുന്ന ഒരു സമ്പ്രദായമാണത്. അല്ലെ, വിദ്യാർത്ഥികൾ തമ്മിലുള്ള അരംഗം. ആ സദസ്സ് എന്നല്ല മറ്റു സദസ്സ് എടുക്കുക, ഇവർ മതപ്രസംഗത്തിന്റെ സദസ്സ് എടുക്കുക, അല്ലെങ്കിൽ മറ്റു സ്റ്റേജ് പ്രോഗ്രാമിന്റെ സദസ്സ് എടുക്കുക. സ്റ്റേജിൽ പരിപാടി നടക്കുന്ന സമയത്ത് സദസ്സിലുള്ളവർ പലതരത്തിൽ പ്രതികരിക്കും. അത് ആ ഗാനത്തെ സംബന്ധിച്ച് പ്രതികരിക്കുന്നതല്ലത്. ഇപ്പൊ സദസ്സിലുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ കാണുമ്പോൾ ഒരു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. അത് ആ പാട്ട് പാടിയത് കൊണ്ടോ പാട്ടിന്റെ വിഷയത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ടല്ലത്. അതുകൊണ്ട് ഈ പാട്ടുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയമല്ല എന്നാണ് ഞാൻ പറയുന്നത്. താൻ ഒരിക്കലും പ്രണയിച്ചിട്ടില്ല, പക്ഷേ പ്രണയം എഴുതാനാവും. അഡാർ ലവ് പുറത്തിറങ്ങിയാൽ അത് കാണുമെന്നും ജബ്ബാർ പറഞ്ഞു. പിന്നെ മൊത്തത്തിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന പ്രണയങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ട് അത് സങ്കല്പിച്ചുകൊണ്ട് എഴുതുന്നതാണ്. അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരനുഭവം ഉണ്ടായിട്ടില്ല. പടം ഇറങ്ങിയാൽ കാണുമെന്ന് വിചാരിക്കുന്നു. 40 വർഷം മുമ്പ്, അതായത് 1978 ജബ്ബാർ എഴുതിയ മാപ്പിളപ്പാട്ടാണ് മാണിക്യമലർ. കവിയല്ല, ഗായകനുമല്ല, വെറും ഒരു സാധാരണക്കാരൻ. വലിയ വിദ്യാഭ്യാസമില്ല, സാഹിത്യരചനയിൽ അങ്ങനെ പരിജ്ഞാനവുമില്ല, വെറും ഒരു തൊഴിലാളി. തൻ്റെ മനസ്സിൽ തോന്നുന്നത് എഴുതുന്നു. അത് പ്രശസ്തി നേടുമെന്ന് ഒരിക്കലും കരുതിയിട്ടുമില്ല. പക്ഷേ 40 വർഷത്തിന് ശേഷം ജബ്ബാർ എഴുതിയ ഒരു ഗാനം അതിഗംഭീരമായി പ്രശസ്തമായപ്പോൾ ആ ഗാനരചനയിലെ മഹത്വമാണ് അംഗീകരിക്കപ്പെട്ടത്. മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. ഇനിയും എഴുതിക്കൊണ്ടിരിക്കും. പണമോ അംഗീകാരമോ അല്ല പ്രധാനം, തൻ്റെ മനസ്സിന്റെ സാന്ത്വനമാണ്. 15 വർഷം ഖത്തറിൽ, 15 വർഷം സൗദി അറേബ്യയിൽ, നീണ്ട 30 വർഷം. പ്രവാസി ജീവിതം കാര്യമായി ഒന്നും നേടിക്കൊടുത്തില്ല, എങ്കിലും ഇവിടെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പല സംഘടനകളും സ്വീകരണം നൽകുന്നു. കാര്യമായി ഒന്നും ലഭിച്ചില്ലെങ്കിലും ഇതൊക്കെ തന്നെ ധാരാളം. ജീവിതം തന്നെ ചെറുത്, പിന്നെ എന്തിനാണ് വലിയ മോഹങ്ങൾ? ജബ്ബാർ ചോദിക്കുന്നു. അതേസമയം കൈരളി TV ദുബായിൽ വെച്ച് നടക്കുന്ന ഇശൽ ലൈലയിൽ ജബ്ബാറിനെ ആദരിക്കുകയാണ്. തനിക്ക് ലഭിക്കേണ്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം കൈരളി TV നൽകുന്നതിൽ അതീവ സന്തുഷ്ടനാണ് ജബ്ബാർ. കൈരളി TV ദുബായിൽ നടത്തുന്ന ഇശൽ ലൈലയിൽ തന്നെ ആദരിക്കുന്നുവെന്ന കാര്യം അറിഞ്ഞപ്പോൾ താൻ ഏറെ സന്തുഷ്ടനായെന്നും മലയാള മാപ്പിളപ്പാട്ട് രംഗത്തെ ഇത്രയും സജീവമാക്കിയ കൈരളി TVയോട് എന്നും നന്ദിയുണ്ടെന്നും ജബ്ബാർ പറഞ്ഞു. ഇപ്പൊ ഒരു കാലത്ത് ഒരു വിഭാഗത്തിന് മാത്രം കുത്തയായിരുന്ന മാപ്പിളപ്പാട്ടിനെ വളരെയധികം ജനകീയമാക്കുന്നതിൽ കൈരളി ചാനലിലെ പട്രുമാൽ എന്ന ആ പരിപാടി വളരെയധികം സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പൊ മാപ്പിളപ്പാട്ടിനെ വളരെയധികം ജനകീയമാക്കുന്നതിലും അത് വളരെയധികം ശ്രദ്ധപ്പെടുന്നതിലേക്കും പട്രുമാൽ വളരെയധികം സംഭാവന ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കൈരളിയുടെ കെയർ ഓഫ് നടത്തുന്ന ഇശൽ ലൈല എന്ന പരിപാടിയിൽ എന്നെ ആദരിക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അതിലും വളരെയധികം സന്തോഷമുണ്ട്. അതിന് കൈരളിയോട് വളരെ നന്ദിയും കടപ്പാടുമുണ്ട്. വിസ്മയങ്ങളുടെ നാടായ ദുബായിൽ നിന്നും മറ്റൊരു വിസ്മയ മത്സരത്തിന്റെ വിശേഷതയിലേക്ക്. ദുബായിൽ നടന്ന രാജ്യാന്തര ബോട്ട് ഷോ. ജുമൈറയിലെ ദുബായ് കാനലിൽ നടന്ന 26ാം രാജ്യാന്തര ബോട്ട് ഷോയിൽ പുതിയ മോഡലുകളുമായാണ് രാജ്യാന്തര കമ്പനികൾ എത്തിയത്. ജലതരംഗമായ ഓളപ്പരപ്പിൽ കുതിച്ചുപായാൻ പുതുതലമുറ യാനങ്ങളുടെ വമ്പൻ നിരയാണ് എത്തിയത്. നൂതന സാങ്കേതിക വിദ്യകളും ആർഭാടങ്ങളും ആവോളമുള്ള ബോട്ടുകൾ, യോട്ടുകൾ, പായ്ക്കപ്പലുകൾ.
കടലാഴങ്ങളിലേക്ക് കുതിക്കാനുള്ള അണ്ടർ വാട്ടർ ജെറ്റ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. മീന സഹായിൽ നടത്തിവരാറുള്ള ബോട്ട് ഷോ ഇത്തവണ പുതിയ വേദിയിലേക്ക് മാറ്റുകയായിരുന്നു. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള ആഡംബര ബോട്ട് നിർമ്മാതാക്കളും ഉടമകളും ജലകായിക പ്രേമികളും മേളയിലെത്തി. International Boat Show has been running for 26 years now, and Gulfcraft has been in every show so far. It's a great opportunity for everyone in the industry to come and meet and showcase what they have new and what they're working on. It's a wonderful environment and it's a great show. We have been involved in every boat show, like I've said, and we've been there from the very beginning, and we've helped support the show. It's important for us because this is our home show. We show in Cannes, Monaco, Dusseldorf, Singapore, Sydney. We are all over the world. However, the opportunity that we get at Dubai International Boat Show, because it is in our home market, we are able to showcase our whole range at times, and that's a great draw. And we bring in people from all around the world. We have customers flying in from Europe, from Southeast Asia, from Australia, just to see our yachts and our boats here at the Dubai International Boat Show. 61 രാജ്യങ്ങളിൽ നിന്നുള്ള 845 കമ്പനികളാണ് ഇത്തവണ സംബന്ധിച്ചത്. UAE-യിൽ നിന്നുള്ള കമ്പനികൾക്ക് പ്രത്യേക പവലിനും ഒരുക്കിയിരുന്നു. പഴമയോട് താല്പര്യമേറുന്ന സാഹചര്യത്തിൽ പായ്ക്കപ്പലുകളുടെ വഞ്ചികളുടെയും വൈവിധ്യമാർന്ന മോഡലുകളും എത്തി. ഹൈടെക് സംവിധാനങ്ങൾ കൂടിയ പായ്ക്കപ്പലുകൾ പ്രത്യേക ശ്രദ്ധ ആകർഷിച്ചു. രാജ്യങ്ങളിൽ നിന്നായി നൂറുകണക്കിന് കമ്പനികൾ പങ്കെടുത്ത ബോട്ട് ഷോയിൽ 450 ബോട്ടുകളും ജലയാനങ്ങളും വള്ളങ്ങളും പ്രദർശിപ്പിച്ചു. വൻകിട തുറമുഖ പദ്ധതിയായ ദുബായ് ഹാർബർ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കവെയാണ് അന്താരാഷ്ട്ര ബോട്ട് ഷോക്ക് ദുബായ് വേദിയാകുന്നത്. മൊത്തം 1.5 ബില്യൺ ദിർഹം മൂല്യമുള്ള യാനങ്ങളായിരുന്നു പ്രദർശിപ്പിച്ചത്. മികവിലും ആഡംബരത്തിലും ഒരുപോലെ മുന്നിട്ട് നിൽക്കുന്ന പലതരത്തിൽപ്പെട്ട ബോട്ടുകൾ. ലോകത്തെ അതിസമ്പന്നർക്കായി പ്രത്യേകം തയ്യാറാക്കുന്നവയാണ് ഈ യോട്ടുകൾ. 5 നക്ഷത്ര ഹോട്ടലുകളെ തോൽപ്പിക്കുന്ന സൗകര്യങ്ങളാണ് ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. ആഴ്ചകൾ നീളുന്ന കടൽ യാത്രയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. കടലിലെ ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ഏറ്റവും മികച്ച സുരക്ഷ ഉറപ്പാക്കുന്നു. This is a very big show. We are very happy to be a part of this. We are on board Serenity. We are the largest boat on the show. This is a great market. It's a new market for us. We would like to expand very much, and this show gives us the opportunity to do this and to have some new clients from the Middle East. മികവിലും ആഡംബരത്തിലും ഒരുപോലെ മുന്നിട്ട് നിൽക്കുന്ന പലതരത്തിൽപ്പെട്ട ബോട്ടുകൾ. ലോകത്തെ അതിസമ്പന്നർക്കായി പ്രത്യേകം തയ്യാറാക്കിയ യോട്ടുകൾ. 5 നക്ഷത്ര ഹോട്ടലുകളെ അതിശയിപ്പിക്കുന്ന സൗകര്യങ്ങളാണ് ഇതിനകത്ത് ഒരുക്കിയിട്ടുള്ളത്. ലോകത്ത് ആഡംബര നൗകകൾ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന മേഖലകളിലൊന്നായ മധ്യപൂർവ്വദേശത്ത് തങ്ങളുടെ ഏറ്റവും പുതിയ മോഡലുകൾ അവതരിപ്പിക്കുകയാണ് ഓരോ കമ്പനികളും. കടലാഴങ്ങളിലേക്ക് അതിവേഗത്തിൽ കുതിക്കാൻ സഹായിക്കുന്ന ജെറ്റ് സ്കീ സീ ബോട്ടുകളാണ് ഇത്തവണത്തെ മറ്റൊരു ആകർഷണം. 38 പുതിയ മോഡലുകളുടെ അന്താരാഷ്ട്ര മേഘാതല പ്രദർശനങ്ങൾക്ക് മേള വേദിയായി. 87 പുതിയ കമ്പനികൾ പുതുതായി എത്തിയിരുന്നു. 19 സൂപ്പർ യാട്ടുകളിൽ 17 മീറ്റർ നീളമുള്ള സിൽവർ ഫാസ്റ്റ്, 70 മീറ്റർ നീളമുള്ള ജോയ് ബൈ ഫെഡ്ഷിപ്പ്, ആഭ്യന്തരമായി നിർമ്മിക്കപ്പെട്ട 47 മീറ്റർ നീളമുള്ള മജസ്റ്റി തുടങ്ങിയവയായിരുന്നു മുഖ്യ ആകർഷണം. ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റ് ഷെയ്ഖ് അഹമ്മദ് ബിൻ സെയ്ദ് അൽ മക്തൂം ബോട്ട് ഷോ ഉദ്ഘാടനം ചെയ്തു. 61 രാജ്യങ്ങളിൽ നിന്നുള്ള 545 കമ്പനികളാണ് ഇത്തവണ പങ്കെടുത്തത്. UAE-യിൽ നിന്നുള്ള കമ്പനികൾക്കായി പ്രത്യേക പവലിനും ഒരുക്കിയിരുന്നു. പഴമയോട് താല്പര്യമേറുന്ന സാഹചര്യത്തിൽ പായ്ക്കപ്പലുകളുടെയും വഞ്ചികളുടെയും വൈവിധ്യമാർന്ന മോഡലുകളും എത്തി. ഹൈടെക് സംവിധാനങ്ങൾ കൂടിയ പായ്ക്കപ്പലുകൾ. കരുത്തേറിയ എഞ്ചിൻ ഘടിപ്പിച്ചതാണ് ഇവ.
തീരത്തോട് അടുക്കുമ്പോൾ മാത്രം എഞ്ചിൻ പ്രവർത്തിച്ചാൽ മതിയാകുമെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. ഉൾക്കടലിലെത്തിയാൽ കാറ്റിന്റെ കരുത്തിൽ കുതിക്കും. സന്ദർശകർക്കായി പാഡിൽ റേസ്, ഫുഡ് ട്രാക്ക്, പുതിയ ബീച്ചുകളിലേക്ക് ഉല്ലാസയാത്ര, മറ്റു ഉല്ലാസ പരിപാടികൾ എന്നിവ ഒരുക്കുന്നു. തുഴച്ചിൽ വള്ളങ്ങൾ, പായ് കപ്പലുകൾ, പായ് വഞ്ചികൾ, ജെറ്റ് സ്കീ, കൈറ്റ് സർഫിംഗ്, വിൻഡ് സർഫിംഗ് എന്നിങ്ങനെ കടലുമായി ബന്ധപ്പെട്ട വിനോദങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുമുള്ള അവസരമൊരുക്കി. സ്പോർട്സ് ഫിഷിംഗ്, വാട്ടർ സ്പോർട്സ്, വാട്ടർ ലൈഫ് സ്റ്റൈൽ തുടങ്ങിയവയ്ക്കായി പ്രത്യേക വിഭാഗങ്ങളുമുണ്ടായിരുന്നു. ഒട്ടേറെ വാണിജ്യ ഇടപാടുകൾക്കും 5 ദിവസത്തെ ബോട്ട് ഷോ വേദിയായി. ലീഗൽ ഫോക്കസ്. ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾക്കിടയിൽ ചെക്ക് കേസുകൾ സാധാരണമാണ്. ചിലപ്പോൾ മനപൂർവ്വം, മറ്റു ചിലപ്പോൾ സ്വാഭാവികം, വേറെ ചിലപ്പോൾ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ. ചെക്ക് കേസുകളെ കുറിച്ചാണ് ഈ ആഴ്ചയിലെ ലീഗൽ ഫോക്കസ്. UAE നിയമം അനുസരിച്ച് ചെക്ക് ബൗൺസ് ആവുന്നത് തന്നെ ക്രിമിനൽ കുറ്റമാണ്. നിങ്ങൾ ഒരാൾക്ക് ചെക്ക് കൊടുക്കുമ്പോൾ ആ ഡേറ്റ്, നിങ്ങളിപ്പോൾ ഈ ഒരു ദിവസം പോസ്റ്റഡ് ഡേറ്റഡ് ചെക്കാണ് കൊടുക്കുന്നത്, ആ ദിവസം അക്കൗണ്ടിൽ കാശ് ഉണ്ടാവണം. അന്ന് ആ ദിവസത്തിന് 6 മാസത്തിനകം എപ്പോൾ വേണമെങ്കിലും ഇയാൾക്ക് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഈ സമയത്ത് അക്കൗണ്ടിൽ കാശില്ലെങ്കിൽ ചെക്ക് ബൗൺസ് ആവും. ഇങ്ങനെ ബൗൺസ് ആകുന്നത് UAE ക്രിമിനൽ നിയമം ആർട്ടിക്കിൾ 400 അനുസരിച്ച് 401 അനുസരിച്ച് ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ അത് ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് പ്രൊസീഡ് ചെയ്യാവുന്ന കേസാണ്. അതിനെയാണ് സാധാരണയായി ചെക്ക് കേസുകൾ എന്ന് പറയുന്നത്. പണമില്ലാതെ ബാങ്കിൽ നിന്നും ചെക്ക് മടങ്ങുമ്പോഴുള്ള കുറ്റത്തിന്റെ ശിക്ഷ അത് എത്രത്തോളം ക്രിമിനൽ കുറ്റമായി മാറുന്നു? പോലീസിൽ പരാതി നൽകുന്നതിന്റെ ആവശ്യകത, ഇതൊക്കെ നിയമപരമായി അറിയേണ്ടതുണ്ട്. ചെക്ക് ബൗൺസ് ആയാൽ ഇപ്പോൾ ആർക്കാണോ പൈസ കിട്ടാനുള്ളത്, ചെക്ക് ആരാണോ റിസീവർ, അയാൾ ഈ ചെക്ക് കൊണ്ട് സാധാരണഗതിയിൽ പോലീസിൽ കൊടുത്തു കഴിഞ്ഞാൽ പോലീസിൽ നിന്നൊരു ലെറ്റർ കിട്ടും. അതുകൊണ്ട് ബാങ്കിൽ കൊടുത്ത് ബാങ്കിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അത് പോലീസിൽ എന്നിട്ടൊരു കംപ്ലൈന്റ് ഫയൽ ചെയ്യണം. ഈ കംപ്ലൈന്റ് ഫയൽ ചെയ്യുമ്പോൾ തന്നെ ആരാണോ ചെക്ക് കൊടുത്തത് അയാൾ വാണ്ടഡ് ആയിട്ട് പോലീസ് സിസ്റ്റത്തിൽ ഉണ്ടാവും. അതിനുശേഷം അത് ഒരു ക്രിമിനൽ കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ക്രിമിനൽ കേസായിട്ട് മാറുകയും ചെയ്യും. അത് ഡിപ്പെൻഡ്സ് ഓൺ വാല്യൂ ഓഫ് ദ മണി അനുസരിച്ച് അതിന്റെ പണിഷ്മെന്റ് വ്യത്യാസമായിരിക്കും. നിയമം അനുസരിച്ച് അതിന് എയ്തർ ഫൈൻ ഓർ ഇംപ്രിസൺമെന്റ് കൊടുക്കാവുന്ന ഒരു കുറ്റമാണ്. അപ്പോൾ ചില ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ എന്ത് പേഴ്സണൽ ട്രാൻസാക്ഷൻ ആണോ, കമ്പനിയിൽ നിന്ന് കൊടുത്ത ചെക്കാണോ, ബാങ്കിന് ഗ്യാരണ്ടി ആയിട്ട് ബാങ്കിന് കൊടുത്ത ചെക്കാണോ, അങ്ങനെയൊക്കെ ഉള്ളതനുസരിച്ചായിരിക്കും അതിന്റെ പണിഷ്മെന്റ് കേസ് ടു കേസ് ഡിഫറെന്റ് ആയിട്ടായിരിക്കും കോടതി തീരുമാനിക്കുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ബാങ്കിനും ക്രെഡിറ്റ് കാർഡ് അങ്ങനെയൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ചെക്കുകൾ നേരെ സ്പീഡ് കോർട്ടിൽ, ഇപ്പം കേസിൽ ആളെ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ദിവസം കൊണ്ട് ട്രയൽ നടത്തുന്ന സ്പീഡ് കോടതികളിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മുറാഖബാദിൽ പോലീസ് സ്റ്റേഷനോടനുബന്ധിച്ച് തന്നെ ഒരു കോടതികളുണ്ട്. ഈ സ്പീഡ് കോടതിയിൽ കൊണ്ടുവന്നാൽ അന്ന് തന്നെ പണിഷ് ചെയ്യും. ചിലപ്പോൾ അത് ഫൈനായിരിക്കും, ചെറിയ എമൗണ്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പൈസ കുറേയേറെ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ഗ്യാരണ്ടി ചെക്കിനകത്ത് എഴുതിയിരിക്കുന്ന എമൗണ്ട് അത്രയൊന്നും ഇല്ല, അങ്ങനെയൊക്കെയുള്ളതിൽ ഡിപ്പെൻസ് ആണ്. എല്ലാം ഇത് ഒരു ജനറൽ നിയമമല്ല, ഫൈനാണോ പണിഷ്മെന്റ് ആണോ കിട്ടുക എന്നുള്ളത്. അത് ഓരോ കേസും അനുസരിച്ച് ജഡ്ജിയാണ് തീരുമാനിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലും അനാസ്ഥ മൂലം ചെക്ക് കളഞ്ഞു പോയവർ, ഇവരൊക്കെ നാട്ടിൽ പോയാലും എന്തെങ്കിലും ആവശ്യത്തിന് ഗൾഫിലേക്ക് തിരികെ എത്തുമ്പോൾ ബാങ്കുകളിൽ പ്രശ്നമുണ്ടാകുന്നു. UAE മറ്റെല്ലാ രാജ്യത്തെയും പോലെയല്ല. ഇവിടെ ചെക്ക് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിന്റെ സിവിൽ കിട്ടാനുണ്ടോ ഇല്ലയോ, ഗ്യാരണ്ടി ചെക്ക് ഗ്യാരണ്ടിയായി കൊടുത്തതാണോ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെക്ക് നമ്മളുടെ ചെക്ക് ലീഫിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചെക്ക് കളവ് പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ പോലീസിൽ ഇൻഫോം ചെയ്തിട്ട് അവിടെ നിന്ന് ലെറ്റർ വാങ്ങിച്ച് ബാങ്കിൽ കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് കിട്ടുന്ന ആള് കൊണ്ട് കേസ് ഇട്ടാലും അയാൾ നമ്മളുമായിട്ട് ഒരു ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ പോലും ക്രിമിനൽ കേസിൽ നടപടിക്രമം, സിവിൽ കേസിൽ പ്രൂവ് ചെയ്യാൻ കഴിയുണ്ടാവില്ല ട്രാൻസാക്ഷൻ, പക്ഷെ ക്രിമിനൽ നടപടിക്രമത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ചെക്ക് കളവ് പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിനെ റിപ്പോർട്ട് ചെയ്യുകയും അവിടുന്ന് ബാങ്കിനെ ഇൻഫോം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ കുറിച്ച് പ്രശസ്ത നോവലിസ്റ്റ് M. മുകുന്ദൻ ഒരിക്കൽ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് എപ്പോഴും പാവങ്ങളുടെ പ്രാർത്ഥനയുണ്ടെന്ന്. ഇവിടുത്തെ ഭരണാധികാരികൾ നന്മ ഉള്ളവരാണ്, പാവങ്ങളെ സ്നേഹിക്കുന്നവരാണ്, ധർമ്മിഷ്ഠരാണ് എന്നൊക്കെ.
ലക്ഷക്കണക്കിന് പാവങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാനുള്ള സാമ്പത്തികാവസ്ഥ നൽകുന്ന ഗൾഫിലെ എല്ലാ കാലവും അഭിവൃദ്ധി തന്നെ തുടരുമെന്നും മനുഷ്യ കഥകൾ മനോഹരമായി പ്രതിപാദിക്കുന്ന നോവലിസ്റ്റ് പറഞ്ഞിരുന്നു. ശരിയാണ്. 7 ദശാബ്ദങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന ചെറിയ വരുമാനമുള്ളവർ തൊട്ട് വലിയ മുതലാളിമാർ വരെ നമ്മുടെ രാജ്യത്തിന് എത്രത്തോളം വിദേശ നാണ്യമാണ് എത്തിക്കുന്നതെന്ന് ധനകാര്യ ബോധ്യമുള്ളവർക്ക് അറിയാം. നാട്ടിൽ വിവാഹങ്ങൾ, സ്വന്തമായി വീട്, മാന്യമായ ജീവിതം ആശ്രയിക്കാവുന്ന ഒരു തുരുത്ത്, അതാണ് ഈ മണലാരണ്യം ഗൾഫ് രാജ്യങ്ങൾ. ഇത് ഒന്നുമില്ലാത്തവരുടെ എക്കാലത്തെയും മരുപ്പച്ചയാണ്. ഗൾഫ് ഫോക്കസ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.